ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ശ്രേയാസ് വില്ലേജ് സ്വാഗതം. അപ്പോൾ ഉണ്ടല്ലോ ഗായ്സ്, എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളാരും ഇതാവല്ലോ. നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ ഉള്ളതായിരിക്കും. പക്ഷേ എനിക്കൊരു ഇതാണ്, ഞങ്ങളുടെ സ്കൂളുള്ളൂ എപ്പോഴും ചീപ്പിടും. പക്ഷെ ഞാനത് ഞാൻ കരുതുന്നത് പഴയ മക്കളെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അവര് ഡയറി വർക്ക് ഞങ്ങളെ കൊണ്ട് ചെയ്ത് അയപ്പിക്കുന്നത്. അപ്പൊ ആ ടൈമിൽ എഴുതിയിട്ടോളും ടുമോറോ ഈസ് എ പരീക്ഷ. എനിക്ക് പരീക്ഷയെന്ന് കേട്ടാ എനിക്ക് കളി വേണ്ട. അങ്ങനെ പേടിച്ചിരിക്കും. എന്റെ പോലെ പരീക്ഷ എല്ലാം വായിച്ചോടിക്കും. പക്ഷെ എന്റെ തലയിൽ കേരളത്തിന്റെ രണ്ടേ സാധനം ഇതിനകത്ത് കേറത്തില്ല. അത് സ്കൂൾ നോക്കും. എനിക്കിത് അത് അങ്ങനെ ഒരു വേണ്ടി. പക്ഷെ ഞാൻ പിന്നെ മിസ് പറയും ആരണം കോപ്പി അടിക്കല, അവര് ചെയ്യിക്കുന്നത് തെറ്റായിരിക്കും. അപ്പൊ എനിക്ക് ഫുൾ മാർക്ക് കിട്ടണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതും. പക്ഷെ ഉണ്ടല്ലോ എട്ടി നട്ടി അങ്ങനെയൊക്കെ കിട്ടുന്നത്. പിന്നെ ആണെങ്കിൽ ഇംഗ്ലീഷ് EVSന്റെ പരീക്ഷ ഞാൻ പോയില്ല, ഭാഗ്യം. പിന്നെ ഇംഗ്ലീഷിന്റെ പരീക്ഷ ഉച്ചവരെ മാറ്റി വെച്ചിട്ടു. ഇംഗ്ലീഷ് EVS അത് പോയില്ല, പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ EVSന്റെ പരീക്ഷ കഴിഞ്ഞാൽ അവർക്ക് പേപ്പറൊക്കെ കൊടുത്തു. എനിക്ക് ഞാൻ പേപ്പറൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ഭഗവാനെ, EVS പിന്നെ മാത്സ് അതൊക്കെ മക്കളെ. മാത്സ് ബാക്കി എന്തൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാണ് കേട്ടോ മക്കളെ. എനിക്ക് ഭയങ്കര പേടിയായി. അത് വലിയ കാര്യം. പക്ഷേ ഗായ്സ്, ഞാൻ കുറച്ചൊക്കെ തെറ്റി. പക്ഷെ അച്ഛനൊന്നും ഒന്നും പറയത്തില്ല, അവര് പഞ്ചതാവല്ലേ അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. കുറച്ച് മാർക്ക് ഇങ്ങനെ വിട്ടുപോയി. ഒരു മാർക്ക് പോയി, 2 മാർക്ക് പോയി, 3.5 മാർക്ക് പോയി, 4.5 മാർക്ക് പോയി, അങ്ങനെ 10 മാർക്ക് പോയി അങ്ങനെ. അപ്പൊ എനിക്കങ്ങനെ പോയി. EVSന്റെ ഫുള്ള് കിട്ടണമെന്നാണ് എന്റെ വാദന. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് EVSന്റെ ഇംഗ്ലീഷിന്റെ ആണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ കുറയുന്നത് കേട്ടോ. ആ 2 എണ്ണം ഒന്നെങ്കിൽ ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ EVSന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടി. 2 എണ്ണത്തിലും ഏതെങ്കിലും എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയേ തീരത്തുള്ളൂ മക്കളെ. എന്തോ ചെയ്യാനാന്ന് പറയണേ. എനിക്ക് 2 എണ്ണത്തില് എപ്പോഴും പൊട്ടിപ്പോവും. സങ്കടം പറയാനോ ആരുമില്ല. പിന്നെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സങ്കടം പറയാൻ പറ്റുന്നത്. വീട്ടിൽ നിന്ന് പറയാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു പരിപാടിയും കൂടെ ഉണ്ട് മക്കളെ. നിങ്ങൾ ആരോടും പറയല്ലേ, ഞാൻ നിങ്ങളോട് മാത്രമായിട്ടാ പറയുന്നത്. എനിക്ക് പരീക്ഷയുടെ ടൈമിലാണല്ലോ കാറ്റടിക്കുന്നോളെ തലവന്റെ പരീക്ഷ എനിക്ക് തെറ്റും. ഒരു വർഷപ്പാട് മിസ് ഇപ്പൊ ഞാനും അത് ഞങ്ങൾക്ക് മലയാളം പരീക്ഷ വിട്ടു തന്നു. ഞാൻ എന്തോ പൊട്ടത്തെറ്റ് എഴുതി വെച്ചേ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല തിരിച്ചു ചെയ്തല്ലേ. പക്ഷെ ഞാൻ പോലെ എഴുതി വെച്ചിട്ട് ഞാൻ പിന്നെ അത് എഴുതി വെച്ചു. മിസ്സാണെങ്കിൽ എനിക്ക് പൊട്ടത്തെറ്റ് എഴുതി വെച്ചു. അത് തെറ്റ് മാത്രം പോയി. അത് മാത്രം പോയെന്നാണ് എനിക്ക് അത് വന്നത്. പിന്നെ ഉണ്ടല്ലോ അത് മായ്ച്ചൊന്നുമില്ല. ഇനി ചെറുപ്പത്തിൽ ഒരു പരിപാടിയുണ്ട്, തെറ്റിപ്പോയിട്ട് മിസ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ അത് പയ്യെ വീട്ടിൽ അമ്മേനെ അച്ഛനെ കാണിക്കാണ്ട് ചെന്നിട്ട് അത് പയ്യെ മായ്ച്ചിട്ട് അതിന്റെ കുറച്ചായിട്ട് എഴുതിയിട്ട് അമ്മേനെ അച്ഛനെ കൊണ്ട് കാണിച്ചിട്ട് പറയും അച്ഛൻ മിസ്സിന് കണ്ണു പോലും കാണത്തില്ല, പൊട്ടത്തിന്റെ മിസ് ചെയ്ത്. ഞാൻ നല്ല രീതി എഴുതിയിട്ട് മിസ് പറയാ പൊട്ടത്തിന്റെ എഴുതി വെച്ചൊന്ന് കണ്ടിട്ട് മിസ് ഇങ്ങനെ കാണിച്ചു പറയും. അപ്പൊ അമ്മയും അച്ഛനും മിസ്സിനെ മിസ് പറയും അച്ഛയുടെ മക്കളെ ഞാൻ അങ്ങനെ ഒന്നും എഴുതി, അവള് വല്ല മാഷിട്ട് എഴുതുന്നതായിരിക്കും. എന്റെ ഭഗവാനാ, എനിക്ക് പിന്നെ അടി കുത്തൊക്കെ കിട്ടും. എന്തോ പറയാനാ എന്റെ വിധി. ഞാൻ പിന്നെ അങ്ങനെ ഇപ്പൊ ഇല്ല ഞാൻ കൊണ്ട് തന്നു തന്നെ ബസ് അമ്മ എനിക്ക് ഇന്ന പേപ്പർ കിട്ടി, എനിക്ക് മാർക്ക് കിട്ടിയ കുറഞ്ഞു പോയി. ഗായ്സ്, ഇംഗ്ലീഷിന്റെ പേപ്പർ കിട്ടി, കുറച്ച് മാർക്ക് കുറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി. അപ്പൊ അമ്മ പറഞ്ഞു അത് കുറച്ച് മാർക്കല്ലേ പറഞ്ഞല്ലോ, അത്ര മാർക്കൊന്നും കുറഞ്ഞില്ലല്ലോ, നീ അങ്ങ് വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് സീനായിട്ടാ. എല്ലാവർക്കും 30 എനിക്ക് കിട്ടണം ആഗ്രഹം. പക്ഷെ പറ്റത്തില്ലല്ലോ ഗൈസ്. പിന്നെ എല്ലാ ദിവസവും രാത്രി രാവിലെയും പറയുന്ന പോലെ ടാറ്റാ ബൈ ബൈ.